Welcome to Rally's Music World and Recordings. ഇന്നത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് എന്റെ റൂമിൽ ഇരുന്നിട്ടാണ്. സോ ഏതെങ്കിലും തരത്തില് ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ സദയം ക്ഷമിക്കുക, സഹകരിക്കുക. ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇപ്പം ഇന്ത്യയിലുടനീളം കൊറോണ പൂണ്ടു വിളയാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സസ്, ലാബ് ടെക്നീഷ്യൻസ് എന്നിവർക്ക് എന്റെയും എന്റെ ഈ കുഞ്ഞ് ചാനലിലെ അംഗങ്ങളായിട്ടുള്ള ഓരോരുത്തരുടെയും പേരിൽ, അതുപോലെ തന്നെ ഇന്ത്യയിലിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ കൊറോണയുടെ പുതിയ വേർഷൻ വന്നതോടുകൂടി എല്ലാവർക്കും ഇപ്പം ശ്വാസം മുട്ടല് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ പേര് മരിച്ചു, കുറെ പേര് ഇപ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തില് കേരളത്തിൽ നിന്ന് ഓക്സിജൻ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ബിഗ് സല്യൂട്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സഹോദരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും ഒരു സഹോദരി മരിച്ചു. അവർക്ക് മുമ്പിൽ ഞാനും എന്റെ ചാനലിലെ സഹോദരങ്ങളും തൊഴുകയാണ്, പ്രണാമം അർപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ പ്രോഡക്റ്റ് എത്തിയിരിക്കുന്നത് ആമസോൺ വഴിയാണ്. ഹൈദരാബാദിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് എത്തിയിരിക്കുന്നത്. അപ്പം ഇത്രയും ദൂരം താണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പൊ അത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ കവർ ഒന്ന് സാനിറ്റൈസ് ചെയ്യാം. ഓക്കെ, സാധാരണ മിക്ക അൺബോക്സിംഗ് വീഡിയോകളിലും കണ്ടിരിക്കുന്നത് ഈ പുറത്തെ ഈ കവർ മാത്രം സാനിറ്റൈസ് ചെയ്യും, അകത്തിരിക്കുന്ന പ്രോഡക്റ്റ് സാനിറ്റൈസ് ചെയ്തില്ല. ഓക്കെ, അപ്പം നമുക്കതൊന്ന് ഓപ്പൺ ആക്കാം. യെസ്, കവറിങ് നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടൈറ്റ് ആയിട്ടായിരിക്കുന്നത്. ഇത് എന്താ, ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഫിഫൈൻ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, ഇതാണ് കമ്പനിയുടെ പേര്. ഓക്കെ, അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ. നമ്മുടെ അകത്തിരിക്കുന്ന പ്രോഡക്റ്റും കൂടെ ഒന്ന് സാനിറ്റൈസ് ചെയ്തെടുക്കാം. ഓക്കെ, ആദ്യമേ തന്നെ അഡാപ്റ്ററിങ് പോരട്ടെ. അഡാപ്റ്റർ സാനിറ്റൈസ് ചെയ്തു. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഇതാണ്, ആംപ്ലിഫയർ. ഓക്കെ, അങ്ങനെ ആംപ്ലിഫയർ നമ്മൾ സാനിറ്റൈസ് ചെയ്തെടുത്തു. ഇനി ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ആംപ്ലിഫയർ ഇത് കണ്ടോ, ഒരു കൈക്ക് ഒതുങ്ങാനുള്ള വലിപ്പമേ ഉള്ളൂ. ഈ ആംപ്ലിഫയർ 4 ഹെഡ്ഫോൺ കണക്ട് ചെയ്യാം ഒരേ ടൈമിൽ. അതായത് ഇത് ഇവിടെ കണ്ടോ,
ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഈ സോക്കറ്റിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. ഇൻപുട്ട് കൊടുക്കുന്നത് 2 തരത്തിൽ നമുക്ക് കൊടുക്കാം. ഒന്നെങ്കിൽ മിക്സറിലുള്ള ഹെഡ്ഫോൺ ജാക്കറ്റ് ഉണ്ടല്ലോ, ആ ജാക്കറ്റിൽ നിന്ന് നമുക്ക് ഒരു ഔട്ട് എടുത്ത് നമുക്ക് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കാം. അതൊന്നാമത്തേത്. രണ്ടാമത്തേത്, മിക്സറിൽ നിന്ന് നമുക്ക് ഓക്സിലറി ഔട്ട് എടുത്ത് നമുക്ക് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കാം. ഇങ്ങനെ 2 തരത്തിൽ നമുക്ക് ഔട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാം. ശേഷം നമുക്കിവിടെ 4 ഹെഡ്സെറ്റ് നമുക്ക് ലൈൻ എടുക്കാം. ഓക്കെ, അതിന്റെ വോളിയം കൺട്രോളറാണ് ഈ ഫ്രണ്ടിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ നോബ് തിരിച്ചിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ, നല്ല സ്മൂത്ത് ആണ് നോബ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പവറിന്റെ ഒരു LED ഇവിടെ കാണിച്ചിട്ടുണ്ട്. അഡാപ്റ്റർ കണക്ഷൻ വരുന്നത് എവിടാന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഇവിടാണ് അഡാപ്റ്റർ കണക്ട് ചെയ്യുന്നത്. ഇത് സ്റ്റുഡിയോ വർക്കിനും അതുപോലെ തന്നെ ലൈവ് സൗണ്ട് വർക്കിനും ഒക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഹെഡ്സെറ്റ് ആംപ്ലിഫയർ. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ആംപ്ലിഫയർ നമുക്ക് ഒന്നിൽ കൂടുതൽ ആണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം കേട്ടോ. അതായത് ഒന്നിൽ കൂടുതൽ ആംപ്ലിഫയർ വെച്ചിട്ടാണെങ്കിലും നമുക്ക് വലിയ സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അന്നേരം ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ ഈ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഓക്സിലറി ആണെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഓക്സ് 1ൽ നിന്ന് നമ്മളൊരു ഔട്ട് ഈ ഒരു ആംപ്ലിഫയറിൽ ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ തന്നെ അടുത്തൊരു ആംപ്ലിഫയർ കണക്ട് ചെയ്യാൻ നേരത്ത് ഓക്സ് 2 കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതുപോലത്തെ ആംപ്ലിഫയർ ഒന്നിലധികം ഹെഡ്സെറ്റ് ആംപ്ലിഫയർ നമുക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. ഈ പ്രോഡക്റ്റ് ഞാൻ ആമസോൺ വഴി എടുത്തതാണ്. ഇതിനെനിക്ക് 1950 രൂപയാണ് എനിക്ക് മുടക്കേണ്ടി വന്നത്. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഞാൻ കാഷ് കാരോ ആപ്പ് വഴിയാണ് എടുത്തത്. ഓൾറെഡി ആമസോണ് ഇതിന്റെ ശരിക്കും പറഞ്ഞാല് 3000 സംതിങ് ആ ഒരു റേറ്റ് ഒക്കെയാണ് വരുന്നത്. ഓൾറെഡി ആമസോൺ ഇതിന് നല്ലൊരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ കാഷ് കാരോയുടെ ഡിസ്കൗണ്ടും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 1950 രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് സ്വന്തമാക്കാൻ സാധിച്ചു. പിന്നെ ചെറിയൊരു തുക ക്യാഷ് ബാക്ക് ആയിട്ടും കിട്ടി. സോ ഐ എം ഹാപ്പി. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് പാരന്റ്സിനോട്. നമ്മുടെ കുട്ടികളെ ദയവായി പുറത്ത് കറങ്ങാനോ കളിക്കാനോ വിടാതിരിക്കുക. കാരണം എന്റെ വീടിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ ഈ കഴിഞ്ഞ ദിവസം 20ഓളം കുട്ടികളെയാണ് പോലീസ് നോക്കിയത്. അപ്പൊ അവരുടെയൊക്കെ പാരന്റ്സിന്റെ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് ഫൈൻ അടിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞൂടാ, എന്നാലും ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാരന്റ്സ് സ്റ്റേഷനിൽ ചെല്ലുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് എത്രത്തോളം അത് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് കുട്ടികളെ ഒന്നും പുറത്തേക്ക് വിടാതിരിക്കുക. കരഞ്ഞ് കാല് പിടിച്ചാൽ പോലും ദൈവത്തെ ഓർത്ത് കുട്ടികളെ കളിക്കാനോ പുറത്ത് കറങ്ങാനോ വിടാതിരിക്കുക. ഇതെല്ലാം ഒന്ന് മാറട്ടെ. മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് പഴയതുപോലെ പുറത്തേക്കൊക്കെ ഇറങ്ങാം. ഓക്കെ, അത് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, ഗുഡ് ബൈ.